നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി മങ്ങാട് തോട്ടുപാലത്ത് നിയന്ത്രണം വിട്ട ടാറ്റ എയ്സ് ഗുഡ്സ് വാഹനം ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. അണ്ടത്തോട് വീട് കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അണ്ടത്തോട് സ്വദേശികളായ കുന്നമ്പത്ത് വീട്ടിൽ ഷഹദ്, മുഹമ്മദ് യാസിർ എന്നിവരാണ് അറസ്റ്റിലായത്. 2 പ്രതികൾ ഒളിവിൽ. എരമംഗലം ALP സ്കൂളിന് സമീപം കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് കുത്തേറ്റു. പൊന്നാനി തൃക്കാവ് സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. ആഘോഷപ്രഭയിൽ ആരാധനാലയങ്ങൾ. ക്ഷേത്രങ്ങളിലും വിവിധ ദേവാലയങ്ങളിലും ആഘോഷങ്ങൾ വർണ്ണാഭം. വാദ്യതാള വിസ്മയങ്ങൾ വിരിച്ച് ആരാധനാലയാങ്കണങ്ങൾ. വിശദമായ വാർത്തയിലേക്ക്. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് അപകടം. ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശികളായ 38 വയസ്സുള്ള ദിലീപ്, 27 വയസ്സുള്ള ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർ ദിശയിൽ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. അപകടത്തിൽ ദിലീപിന്റെ കാൽപാദം മുറിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിനിടയാക്കിയ കാർ നിർത്താതെ പോയി. പിന്നീട് പോർക്കുളം കൊങ്ങണ്ണൂർ റോഡിൽ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അണ്ടത്തോട് വീട് കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അണ്ടത്തോട് സ്വദേശികളായ കുന്നമ്പത്ത് വീട്ടിൽ 28 വയസ്സുള്ള ഫഹദ്, 23 വയസ്സുള്ള മുഹമ്മദ് യാസിർ എന്നിവരെയാണ് വടക്കേക്കാട് SI ആനന്ദ്, CPOമാരായ സുധീർ, സുധാകരൻ, നിബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതേ കേസിലെ മറ്റു 2 പ്രതികൾ ഒളിവിലാണ്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അണ്ടത്തോട് ബീച്ച് റോഡിൽ മേളിയിൽ വീട്ടിൽ ഷമീമിനെയും കുടുംബത്തെയും 4 അംഗ സംഘം വീട്ടിൽ കയറി ആക്രമിച്ചത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. എരുമപ്പെട്ടി മങ്ങാട് തോട്ടുപാലത്ത് നിയന്ത്രണം വിട്ട ടാറ്റ എയ്സ് ഗുഡ്സ് വാഹനം ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. കരിമത്ര മോണിയാർ വീട്ടിൽ ജോൺ ജോസഫ്, ഭാര്യ റോവി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുഡ്സ് വാഹനത്തിന്റെ ടയർ പൊട്ടിയാണ് നിയന്ത്രണം വിട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ ഇരുവരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരമംഗലം ALP സ്കൂളിന് സമീപം കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് കടന്നൽ കുത്തേറ്റു. പൊന്നാനി തൃക്കാവ് സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. ഞായറാഴ്ച സ്കൂളിന് പരിസരത്തെ പുളിക്കത്ര കുടുംബക്ഷേത്രക്കാവിൽ പൂജ നടക്കുന്ന സമയത്താണ് സംഭവം. കടന്നൽ കുത്തേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ശക്തമായ കാറ്റുമൂലം കടന്നൽ കൂട്ടം ഇളകിയാണ് ആക്രമണം ഉണ്ടായത്. ശരീരമാസകലം കുത്തേറ്റ ഗോപാലനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായി അസാപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന വിഭിന്ന പരിശീലന പരിപാടിക്ക് അസാപ്പ് സ്കിൽ പാർക്കിൽ തുടക്കമായി. 2022-23 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലന പരിപാടി നടത്തുന്നത്. നഗരസഭയിലെ 37 വാർഡുകളിലെയും ബാലസഭാ കുട്ടികളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കുട്ടികളിൽ വ്യക്തിത്വ വികസനം വളർത്തിയെടുക്കുന്നതിനും ഭാവി ശോഭനമാക്കുന്നതിനുമാണ് പരിശീലനം ലക്ഷ്യം വയ്ക്കുന്നത്. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷനായി. യോഗത്തിൽ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാരായ ഷിജി നികേഷ്, ശശികല എന്നിവർ സംബന്ധിച്ചു. പരിശീലനത്തിന് അസാപ്പ് ഇറാം GM ഓസ്റ്റിൻ നേതൃത്വം നൽകി. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭീമ ഏകാദശി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജനുവരി 21-നാണ് പ്രസിദ്ധമായ കടവല്ലൂർ ഏകാദശി. ശനിയാഴ്ച വൈകിട്ട് കടവല്ലൂർ കമ്മാള സമുദായത്തിന്റെ ദീപക്കാഴ്ചയോടെയാണ് ഏകാദശി വിളക്ക് ആരംഭിച്ചത്. ആയിരക്കണക്കിന് ചിരാതുകളിൽ ദീപം തെളിയിച്ച് ക്ഷേത്ര പരിസരം ശോഭനമാക്കി. ക്ഷേത്രത്തിൽ 10 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളിൽ വിശേഷാൽ പൂജകൾ, മേളത്തോടെയുള്ള ശീവേലി, ഉദയാസ്തമന പൂജ, വിവിധ ദേശക്കാരുടെ ഏകാദശി വിളക്ക് എന്നിവയും കലാപരിപാടികളും ഉണ്ടാകും. ഏകാദശി സംഗീതോത്സവം 19-ന് വൈകിട്ട് 5:30-ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത് അധ്യക്ഷത വഹിക്കും.
ഏകാദശി ദിവസം 8:30 നടത്തുന്ന ശീവേലിക്ക് കടവല്ലൂർ മോഹനൻ മാരാരുടെ നേതൃത്വത്തിൽ മേളവും ഉച്ചയ്ക്ക് 1:30 3 ആനകളുടെ അകമ്പടിയോടെ നടത്തുന്ന കാഴ്ച ശീവേലിക്ക് ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാർ, ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവർ നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യവും വൈകിട്ട് 6:30 കടവല്ലൂർ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചമദ്ദള കേളിയും ഉണ്ടാകും. ജനുവരി 22 നടത്തുന്ന ദ്വാദശി വേലയോടെയാണ് ഏകാദശി ആഘോഷങ്ങൾ സമാപിക്കുക. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പെരുമ്പിലാവ് KSEB സെക്ഷന്റെ കീഴിലുള്ള കൊങ്ങണ്ണൂർ സബ് സ്റ്റേഷനിൽ 2 11 kV ഫീഡറുകൾ കൂടി സ്ഥാപിക്കാൻ തുടങ്ങി. പെരുമ്പിലാവ്, അഗതിയൂർ എന്നീ 2 11 kV ഫീഡറുകളാണ് നിലവിലുള്ളത്. തിപ്പിലശ്ശേരി മുക്കിലപ്പീടിക മുതൽ പെരുമ്പിലാവ് പട്ടാമ്പി റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ വൈദ്യുതി ലൈനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെരുമ്പിലാവ് ഫീഡർ ഓഫ് ചെയ്താണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. 100 കണക്കിന് വീടുകളിൽ ഈ സമയം വൈദ്യുതി നിലയ്ക്കും. പെരുമ്പിലാവ് സെന്ററിൽ അടിക്കടി വൈദ്യുതി നിലയ്ക്കുന്നത് കച്ചവടത്തെ ബാധിക്കുന്നുവെന്ന് വ്യാപാരികൾ പരാതി പറഞ്ഞിരുന്നു. പുതിയ ഫീഡറുകൾ വരുന്നതോടെ വൈദ്യുതി തടസ്സത്തിനും വോൾട്ടേജ് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും എന്നാണ് പ്രതീക്ഷ. വൈദ്യുതി പ്രസരണ നഷ്ടം പകുതിയോളം കുറയുമെന്ന് KSEB അധികൃതർ പറഞ്ഞു. പെരിങ്ങാട് പുഴ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MP നയിക്കുന്ന യാത്ര തിങ്കളാഴ്ച നടക്കും. പെരിങ്ങാട് പുഴ സംരക്ഷിക്കണമെന്നും പെരിങ്ങാട് പുഴയും പുഴയോരവും റിസർവ് വനമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ കരട് വിജ്ഞാപനം എത്രയും പെട്ടെന്ന് പിൻവലിച്ച് പരിസരവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് TN പ്രതാപൻ MPയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പദയാത്ര സംഘടിപ്പിക്കും. പരിസരവാസികളെ ഭീതിയുടെ നിഴലിലാക്കുന്ന നിലപാടിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്തിരിയണമെന്ന് UDF നിയോജക മണ്ഡലം ചെയർമാൻ KK ബാബു പറഞ്ഞു. പാടൂർ കൈതമുക്ക് സെന്ററിൽ നിന്നും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പദയാത്ര ഉദ്ഘാടനം ചെയ്യും. മരുതയൂർ കവലയിൽ സമാപന സമ്മേളനം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്യും. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH അബ്ദുൾ റഷീദ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ എന്നിവർ സംസാരിക്കും. പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിന്റെ പ്രിയങ്കനായ സീനിയർ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. പ്രസ്തുത യോഗത്തിൽ UDFന്റെ ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് അധ്യക്ഷത വഹിക്കും. ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കും. TN പ്രതാപൻ നയിക്കുന്ന തീരദേശ സംരക്ഷണ പദയാത്ര പാടൂർ കൈതമുക്കിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 5 കിലോമീറ്റർ പിന്നിട്ട് പാവട്ടി മരുതയൂർ കവലയിൽ 6 മണിക്കാണ് സമാപിക്കുന്നത്. സമാപന സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ നേതാവ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്യുന്നതും. മാധ്യമപ്രവർത്തകനും സംവിധായകനുമായ സുജിത് ഹുസൈൻ സംവിധാനം ചെയ്ത 1921 മലബാർ സ്വാതന്ത്ര്യ സമരം എന്ന ഡോക്യുമെന്ററി പ്രകാശനത്തിനൊരുങ്ങുന്നു. ജനുവരി 16 ചൊവ്വാഴ്ച മലപ്പുറം മച്ചിങ്ങൽ MSM ഓഡിറ്റോറിയത്തിലാണ് പ്രകാശനം നടക്കുക. ചരിത്രത്തിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതെ പോയ ഒന്നാണ് മലബാർ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചോര പുരണ്ട അധ്യായമായിരുന്നു 1921 മലബാർ സ്വാതന്ത്ര്യ സമരം. ദേശീയവും പ്രാദേശികവുമായ വിഷയങ്ങൾ കണ്ണിച്ചേർന്നതാണ് 1921 പോരാട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നത് തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ ഇത് വേണ്ടത്ര രേഖപ്പെടുത്താതെ പോയെന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്കും ആ പ്രദേശത്തുണ്ടായിരുന്നവരുടെ ഇന്നത്തെ തലമുറയ്ക്കും ആവേശവും അഭിമാനവും നൽകുന്ന ഓർമ്മകളായിരുന്നു അത്. മഹത്തായ ചരിത്ര പൈതൃകവും പാരമ്പര്യവുമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുകയും വക്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ചരിത്രം നിലനിർത്തുകയും ഭാവി തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത്. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പൂക്കോട്ടൂർ ഖിലാഫത്ത് മെമ്മോറിയൽ ഇസ്ലാമിക് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ഡോക്യുമെന്ററിയുടെ നിർമ്മാണം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മലപ്പുറം മച്ചിങ്ങൽ MSM ഓഡിറ്റോറിയത്തിൽ ഡോക്യുമെന്ററിയുടെ പ്രകാശനവും ചരിത്ര സെമിനാറും നടക്കും. P. ഉബൈദുള്ള MLA അധ്യക്ഷതയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിക്കും. സാഹിത്യകാരൻ P. സുരേന്ദ്രൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ പങ്കെടുക്കും. ചടങ്ങിൽ യോഗ്യൻ ഹംസ മാസ്റ്റർ രചിച്ച പൂക്കോട്ടൂർ ഗിസപ്പാട്ട് പ്രകാശനവും നടക്കും. തുടർന്ന് ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഉണ്ടാകും. CCTV ന്യൂസ്, പുന്നയൂർകുളം. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം മഴവില്ല് കേരള സംസ്ഥാന അവാർഡ് ജേതാവും പ്രശസ്ത ഗാനരചയിതാവുമായ
BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ ചെയർമാൻ ജോയ് CF, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, മെമ്പർമാരായ വിമല നാരായണൻ, ആരിഫ സാബിർ, ബിന്ദു ശർമ്മ, ശുഭ അനിൽകുമാർ, വിജിനി ഗോപി, സൈമൺ CD, സ്വപ്ന രാമചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം നഗരത്തിൽ പഴയ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ഫ്ലക്സ് യാത്രികർക്ക് അപകട ഭീഷണിയാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ കേരളീയം പരിപാടിയുടെ പ്രചരണവുമായി സ്ഥാപിച്ച ഫ്ലക്സാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ശക്തമായ കാറ്റിനെ തുടർന്നാണ് ഫ്ലക്സ് പൊളിഞ്ഞിളകിയത്. രാത്രികാലങ്ങളിൽ ശക്തമായ കാറ്റുള്ളതിനാൽ ഫ്ലക്സിന്റെ ഭാഗങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിൽ പതിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപകട ഭീഷണി ഉയർത്തുന്ന ഫ്ലക്സ് നീക്കം ചെയ്യുവാൻ ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. പെരുമ്പിലാവിന്റെ നാട്ടുത്സവമായ പരുവക്കുന്ന് ഫെസ്റ്റ് നയനമനോഹരമായി. 16 കാഴ്ച കമ്മിറ്റികളാണ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. സന്ധ്യയോടെ പഞ്ചായത്ത് മൈതാനത്ത് നടത്തിയ ഗജമേളയിൽ 16 ആനകൾ അണിനിരന്നു. 100ഓളം കലാകാരന്മാർ പങ്കെടുത്ത ചെണ്ടമേളവും 300ഓളം കലാകാരന്മാർ പങ്കെടുത്ത ബാൻഡ് സംഗമവും അർബനമുട്ട്, DJ, ദീപക്കാഴ്ചകൾ തുടങ്ങിയവയുമുണ്ടായി. കേന്ദ്ര ആഘോഷ കമ്മിറ്റിയാണ് പരിപാടികൾ നിയന്ത്രിക്കുന്നത്. പെരുമ്പിലാവിന്റെ നാട്ടുത്സവമായ പരുവക്കുന്ന് ഫെസ്റ്റിനിടെ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കൂട്ടിയെഴുന്നള്ളിപ്പിനിടെ കൊമ്പൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണനാണ് ഇടഞ്ഞത്. ഇതോടെ ആളുകളും ഭയപ്പാടിലായി. ഓടുന്നതിനിടെ വീണ് പലർക്കും പരിക്കേറ്റു. പിന്നീട് എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനയെ വടം കെട്ടി തളച്ചു. ഇരട്ടക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുതിയ നിർമ്മാണങ്ങളുടെ സമർപ്പണം നാളെ നടക്കും. ചടങ്ങിൽ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദഭൂതി സ്വാമികൾക്ക് വെച്ചു നമസ്കാരവും നടക്കും. ചടങ്ങിനോടനുബന്ധിച്ച് രാവിലെ 5:30 മഹാഗണപതി ഹോമം, മഹാവിഷ്ണു പൂജ, ഗോശാലകൃഷ്ണന് പൂജ എന്നിവയും ഉണ്ടാകും. പ്രഭാത ഭക്ഷണവും അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പുതിയ നിർമ്മാണങ്ങളുടെ സമർപ്പണ ചടങ്ങ് CCTV പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. കൂടൽമാണിക്യം ദേവസ്വം കീഴടമായ ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ജനുവരി 14 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ ഉദയാസ്തമന പൂജയും തുടർന്ന് ശുദ്ധികലശവും നടന്നു. വൈകിട്ട് 5 മണി മുതൽ വാസ്തുരക്ഷാഘടനാ ഹോമങ്ങൾ, വാസ്തുബലി, വാസ്തുപുണ്യാഹം, വാസ്തുകലശം തുടങ്ങിയ കർമ്മങ്ങളും ഉണ്ടായി. ആറാട്ട് ചടങ്ങ് നടക്കുന്ന ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്തുന്നതിന് അരി, കായ്ക്കിഴങ്ങുകൾ, നാളികേരം, പലവ്യഞ്ജനം എന്നിവ സ്വീകരിച്ച് കലവറ നിറയ്ക്കലിനും തുടക്കമായി. തിങ്കളാഴ്ച രാവിലെ മുതൽ ചതുശുദ്ധി, ധാര, നവകം, പഞ്ചഗവ്യം, കലശമാടൽ, ശ്രീഭൂതബലി എന്നിവ നടക്കും. വൈകിട്ട് 5:30 ആചാര്യവരണത്തിന് ശേഷം 6 മണി മുതൽ 8:30 വരെ ആറാട്ടിനെഴുന്നള്ളി ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ശേഷം തൃക്കൊടിയേറ്റ് നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി പുത്തില്ലത്ത് ഹരികൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ശ്രീജിത്ത് കിഴക്കൂട്ട്, രഘുനാഥ് തിരുത്തിക്കാട്, KK സതീഷ് എന്നിവർ നേതൃത്വം വഹിക്കും. CCTV ന്യൂസ്, കേച്ചേരി. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ 16-ാം തീയതി ചൊവ്വാഴ്ച പൂരം മഹോത്സവത്തിന് കൊടിയേറും. ഫെബ്രുവരി 21, 22, 23 തീയതികളിലായാണ് പൂരം ആഘോഷിക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി ശ്രീനിവാസ് അയ്യർ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും. ജനുവരി 19, 20, 21 തീയതികളിൽ ദേശപറയെടുപ്പ് നടക്കും. 20-ാം തീയതി ശനിയാഴ്ച കലാസന്ധ്യ, 21-ന് ആദരം സന്ധ്യയിൽ കേരള സർക്കാരിന്റെ വയോമിത്രം അവാർഡിന് ശുപാർശ ചെയ്യപ്പെട്ട മുൻ മേൽശാന്തി മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ എന്നിവരെ ആദരിക്കും. തുടർന്ന് ഗാനമേളയും അരങ്ങേറും. 22-ന് ദേവസ്വം പൂരം, മറ്റു ഉത്സവ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങളും നടക്കും. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, ബാബു കീഴ്വീട്ടിൽ, MGS നായർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടി കുരുന്നുകളുടെ കലോത്സവം സംഘടിപ്പിച്ചു. ബട്ടർഫ്ലൈസ് എന്ന പേരിൽ കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കലോത്സവം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസനുൽ ബന്ന, മാഗി ജോൺസൺ, സുനിത ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KT ബാലകൃഷ്ണൻ, ജൂലറ്റ് വിനു, അഞ്ജു പ്രേംദാസ്, സ്മിത ഷാജി, ICDS ഓഫീസർ V ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 30 അങ്കണവാടികളിൽ നിന്നായി 260-ലേറെ കുരുന്നുകൾ കലോത്സവ വേദിയിലെ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു. ഒതളൂർ ഭാഗത്തു നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നത് മൂലം കടവല്ലൂർ പാടശേഖരത്തിലെ ചീരംകുറ്റിഞ്ഞാൽ ഭാഗത്തെ കൊയ്ത്തിന് പാകമായ നെൽവയലിൽ വെള്ളക്കെട്ട്. യന്ത്രം ഇറക്കാൻ സാധിക്കാത്തതിനാൽ കൊയ്ത്ത് നീളുകയാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു.
കടവല്ലൂരിൽ മുണ്ടകൻ കൃഷി നടത്തുന്ന പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കുന്നതിനാണ് പമ്പിംഗ് ആരംഭിച്ചത്. ഒതളൂർ ബണ്ടിന്റെ ഷട്ടർ അടച്ച് ഈ വെള്ളം തോട്ടിൽ ശേഖരിച്ചതാണ് പ്രശ്നമായത്. വെള്ളം ചെറുതോടുകളിലൂടെ ഒഴുകി വിളഞ്ഞു നിൽക്കുന്ന പാടശേഖരങ്ങളിൽ എത്തുകയായിരുന്നു. നടിയിൽ ആരംഭിച്ച ചില ഭാഗങ്ങളിലും വെള്ളക്കെട്ട് പ്രശ്നമുണ്ട്. തോട്ടിൽ വെള്ളം സംഭരിച്ചില്ലെങ്കിൽ കടവല്ലൂരിലെയും വേമ്പൻ പടവിലെയും കൃഷിക്ക് വേനലിൽ ജലസേചനത്തിന് വെള്ളം മതിയാകാതെ വരും. സംഭരിച്ച വെള്ളം വിളഞ്ഞ പാടങ്ങളിലേക്ക് എത്താതെ നോക്കുകയാണ് വേണ്ടതെന്ന് കർഷകർ പറയുന്നു. കൊയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്, കൊയ്യുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം വെള്ളം വന്നിട്ട് തോട്ടിൽ ആരും ബ്ലോക്ക് ചെയ്തിട്ട് ആ വെള്ളം അവിടുന്ന് പമ്പ് ചെയ്തിട്ട് അടിച്ചു കയറ്റാണ്. ആ വെള്ളം കൊണ്ട് വരുന്നത് കാരണം നമുക്ക് നമ്മളെ നെല്ലിൻ്റെ കണ്ടത്തിലൊക്കെ കംപ്ലീറ്റ് വെള്ളമുള്ളത്. കൊയ്യാനും പറ്റും, നെല്ലും കിട്ടില്ല, വൈക്കോലും കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒതളൂർ ബണ്ടിന്റെ 3 ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കി കളയുന്നുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കടവല്ലൂർ വടക്കുമുറിയിൽ കിണറ്റിൽ വീണ ആടിനെ കുന്നകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. കോട്ടപ്പറമ്പിൽ സുലൈമാന്റെ വീട്ടുകിണറ്റിലാണ് മുള്ളത്ത് വളപ്പിൽ മൊയ്തീന്റെ ആട്ടിൻകുട്ടി വീണത്. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കൃഷ്ണദാസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ലൈജു, ജിഷ്ണു, ഷിനോജ്, ശരത്, സ്റ്റാലിൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ശരത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ജില്ലയിലെ ആദ്യ സംരംഭമായി എളവള്ളിയിൽ നീതി ടീ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കടവല്ലൂർ റെയിൽവേ ഗേറ്റിനോട് ചേർന്നാണ് നീതി ടീ സ്റ്റാൾ ആരംഭിച്ചത്. നീതി ടീ സ്റ്റാളിന്റെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വികസന സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, സ്ഥിരം സമിതി അധ്യക്ഷരായ NB ജയ, TC മോഹനൻ, പഞ്ചായത്ത് അംഗം ശ്രീബിത ഷാജി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, വൈസ് ചെയർപേഴ്സൺ സലീജ ഷമീർ, അസിസ്റ്റന്റ് സെക്രട്ടറി മാത്യു ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ അംഗങ്ങളായ 3 വനിതകൾക്കാണ് ടീ സ്റ്റാളിന്റെ നടത്തിപ്പ് ചുമതല. ടീ സ്റ്റാളിന് ആവശ്യമായ കെട്ടിടം, ഇലക്ട്രിക് കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ, ജലനിധി കണക്ഷൻ, പാത്രങ്ങൾ, സ്റ്റൗ, ഇരിപ്പിടങ്ങൾ, വാഷിംഗ് സൗകര്യങ്ങൾ, വാട്ടർ ടാങ്ക് എന്നിവയെല്ലാം ഗ്രാമപഞ്ചായത്ത് സൗജന്യമായാണ് നിർമ്മിച്ചു നൽകിയത്. ടീ സ്റ്റാളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും കുടുംബശ്രീ അംഗങ്ങൾക്ക് ലഭിക്കും. ചായയ്ക്ക് 8 രൂപയും ചെറുപലഹാരങ്ങൾക്ക് 10 രൂപയുമാണ് നീതി ടീ സ്റ്റാളിലെ നിരക്ക്. CCTV ന്യൂസ്, കേച്ചേരി. നിർധന യുവതികൾക്ക് വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുകയാണ് ചാവക്കാട് പുന്ന മാരീസ് ഡ്രസ് ബാങ്ക്. പുന്ന സ്വദേശി കറുപ്പം വീട്ടിൽ ഷജ്മീറും ഭാര്യ ഷൈജയുമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിവാഹ വസ്ത്രം സൗജന്യമായി നൽകുന്ന ഉദ്യമത്തിന് പിന്നിൽ. വിവാഹ ദിവസങ്ങളിൽ അണിയാനുള്ള വസ്ത്രത്തിന് ചെലവഴിക്കേണ്ടി വരുന്നത് വലിയൊരു തുകയാണ്. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പണം കണ്ടെത്തുന്നതും ബാധ്യതയാണ്. ഇത്തരത്തിലുള്ളവരെ സഹായിക്കുകയാണ് ചാവക്കാട് പുന്നയിൽ ആരംഭിച്ച മാരീസ് ഡ്രസ് ബാങ്കിന്റെ ലക്ഷ്യം. അർഹരായ യുവതികൾക്ക് സൗജന്യമായി വിവാഹം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കാമെന്ന വ്യവസ്ഥയിൽ വിവാഹ വസ്ത്രങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും. വിവാഹ ദിവസം ഉപയോഗിച്ച് പിന്നീട് അലമാരയിൽ സൂക്ഷിക്കുന്ന വസ്ത്രം മാരീസ് ഡ്രസ് ബാങ്കിൽ നൽകാം. ഈ വസ്ത്രം മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപകരിക്കുന്നതിലൂടെ ഒട്ടേറെ കുടുംബങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് ഷജ്മീർ പറഞ്ഞു. ചെയ്യണ്ടേ, അതിന്റെ ഭാഗമായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ഒരു ചാരിറ്റിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഡ്രസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഫെബ്രുവരി മാസങ്ങളിൽ 3 പെൺകുട്ടികൾക്ക് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾ അവരുടെ കല്യാണത്തിന്റെ ഏകദേശം ഒരു 10 ദിവസം മുന്നേ നമ്മൾ കൊടുക്കാം. ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് അവർ തിരിച്ചു തരേണ്ടതാണ്. ഇത്രയും വില കൂടിയ ഡ്രസ്സുകൾ അവർ ഉപയോഗം കഴിഞ്ഞിട്ട് വീണ്ടും അവർ അലമാര തന്നെ കയറ്റി വെക്കല്ലേ, അത് നമുക്ക് തിരിച്ചു നൽകിയ വീണ്ടും ഒരു കുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ആ ഒരു കൺസെപ്റ്റാണുള്ളത്. ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന ഷജ്മീറിന്റെ ഭാര്യ ഷൈജയാണ് വീടിന് സമീപമുള്ള മാരീസ് ഡ്രസ് ബാങ്കിലെ മേൽനോട്ടം. വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി നൽകുന്ന പെരിന്തൽമണ്ണ സ്വദേശിയായ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ തൂതയാണ് ഷജ്മീറിന് ഇത്തരമൊരു സംരംഭം തുടങ്ങാൻ പ്രചോദനമായത്. സംരംഭത്തിന്റെ ഉദ്ഘാടനം ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു മാരീസ് നിർവഹിച്ചു. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ PK അബൂബക്കർ ഹാജി അധ്യക്ഷനായി. CCTV ന്യൂസ്, ചാവക്കാട്. മാർ പിലക്സിനോസ് ചാരിറ്റീസിന്റെ നേതൃത്വത്തിൽ തെരുവിന്റെ മക്കൾക്ക് പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തതിന്റെ സന്തോഷ സൂചകമായും മലങ്കര കത്തോലിക്ക സഭയുടെ മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ യുഹന്നോൻ മാർ തെയോഡോഷ്യസ് മെത്രാപ്പൊലിത്തയുടെ നാമഹേതുകരി തിരുനാൾ ആഘോഷത്തിന്റെയും ഭാഗമായാണ് ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരാലംബരായവർക്ക് പൊതിച്ചോറ് നൽകിയത്. ജിയോ മാസ്റ്റർ, AJ ടോംസ്, ജീവൻ, ആഷിൽ, ജസ്വിൻ, ഷൈനി മൈക്കിൾ, T പ്രിൻസി, ജുവൽ ജിയോ, ലെനിൻ, P ജിംഷ എന്നിവർ നേതൃത്വം നൽകി.
വാഗ കാർത്തിയാനി ക്ഷേത്രത്തിലെ കാർത്തിക ഉത്സവ ചടങ്ങുകൾക്ക് ഞായറാഴ്ച തുടക്കമായി. ഭഗവതിക്ക് കലശം, നവകം, പഞ്ചഗവ്യം, നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ താന്ത്രിക ചടങ്ങുകളോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മംഗലത്തുമനയിൽ അനിൽ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 16-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ഗാനമേള, നാടകം, പ്രാദേശിക കലാപരിപാടികൾ തുടങ്ങിയവ അരങ്ങേറും. 20-ന് കാർത്തിക ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, പ്രമുഖ മേളപ്രമാണിമാർ പങ്കെടുക്കുന്ന നടപ്പുര, പഞ്ചവാദ്യം, മേളം എന്നിവ നടക്കും. യജ്ഞാചാര്യൻ വാസുദേവൻ വാളേരി, സഹാചാര്യ സനില വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭാഗവത സപ്താഹ യജ്ഞം ജനുവരി 19 വരെ ക്ഷേത്രത്തിൽ നടക്കും. ഭാഗവത സപ്താഹ ചടങ്ങ് നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ 3 നേരം ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ട് ഒരുക്കിയിട്ടുണ്ട്. ജില്ലാതല പ്രസംഗ മത്സരത്തിൽ എംറിസ് ഹാരി മഞ്ഞൂരാൻ, ജ്വാല റോസ്, അഭിഷേക് അമ്പിളി എന്നിവർ സമ്മാനാർഹരായി. സീനിയർ വിഭാഗം ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ആർത്താറ്റ് സ്വദേശിയും കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുമായ എംറിസ് ഹാരി മാഞ്ഞൂരാൻ 3-ാം സ്ഥാനവും, മലയാളം സീനിയർ വിഭാഗത്തിൽ വേലൂർ സ്വദേശിയും തൃശൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ജ്വാല റോസ് 2-ാം സ്ഥാനവും, ജൂനിയർ മലയാളം വിഭാഗത്തിൽ കുനമൂച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥി അഭിഷേക് അമ്പിളി 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ജേക്കബ് കോശി സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. പ്രസംഗ മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് കൂനമുച്ചിയിൽ സ്വീകരണം നൽകും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അകലാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ടം കുടുംബ സംഗമവും 5-ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി. വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന തലക്കെട്ടിൽ ജനുവരി 21-ന് വൈകിട്ട് 4 മണി മുതൽ ചാവക്കാട് സെന്ററിൽ നടക്കുന്ന ഫാമിലി കോൺഫറൻസിന്റെ ഭാഗമായാണ് കുടുംബസംഗമം നടത്തിയത്. അകലാട് ഈലാഫ് ഹൌസിൽ വെച്ച് നടത്തിയ അയൽക്കൂട്ട കുടുംബസംഗമം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് മുസ്തഫ ഈലാഫ് സ്വാഗതം പറഞ്ഞു. ശാഖാ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ഷുഐബ് മദീനി മുഖ്യപ്രഭാഷണം നടത്തി. വിസ്ഡം സ്റ്റുഡന്റ് മൂവ്മെന്റ് അംഗം PM അനസ് നന്ദി പറഞ്ഞു. ഡോക്ടർ നജബ്, മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരുവത്ര തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. 2023-24 പൊതുപരീക്ഷയിൽ അകലാട് സലഫി മദ്രസയ്ക്ക് 100% വിജയം കൈവരിക്കാൻ സഹായിച്ച വിദ്യാർത്ഥികളായ ഫാത്തിമ ഫിദ, ഫാത്തിമ അമാനിയ, ഉമ്മു ഹബീബ എന്നിവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. റഫീഖ് അകലാട്, KM അലി, KV കബീർ, ഫിർദൌസ്, ഷാഹിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നേർകുളം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ പൊതുസമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സാംസൺ പുലിക്കോട്ടിൽ, തൃശൂർ ജില്ലാ DCC ജനറൽ സെക്രട്ടറിമാരായ CI ഇ.ടി. മാത്യു, ബിജോയ് ബാബു, ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് വാസു കോട്ടൂൽ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളടക്കമാണ് നിങ്ങൾക്ക് രാത്രികാലങ്ങളിൽ കാണാൻ കഴിയുന്നത്. MPയും അത് തന്നെ പറഞ്ഞുള്ളൂ. MPയും അത് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ കൃപേഷിനെയും ശരത്ലാലിനെയും തല്ലിക്കൊല്ലുക മാത്രമല്ല, ആ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം വേണ്ടേ വേണ്ട എന്ന് പേടിച്ച് പകച്ച് സുപ്രീം കോടതിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ. ഗീതാ സത്സംഗ സമിതിയുടെ 10ാമത് ഗീതാ മഹോത്സവം 20-ന് ഗുരുവായൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭഗവത്ഗീതയെ പുതിയ തലമുറയിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഗീതാ മഹോത്സവം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, മൂകാംബിക തന്ത്രികൾ, ബദ്രിനാഥ് റാവൽജി, ആറ്റുകാൽ ക്ഷേത്രം പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കും. 20-ന് രാവിലെ 7 മുതൽ 1 മണി വരെയാണ് യജ്ഞം. സംഘാടകരായ ഗുരുവായൂർ കണ്ണൻ സ്വാമി, R നാരായണൻ, മോഹൻദാസ് ചേലനാട്ട്, ബാബുരാജ് കേച്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചിറ്റാട്ടുകരയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ATM കൗണ്ടർ ആരംഭിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ 2.5 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് ATM കൗണ്ടർ സജ്ജമാക്കിയത്. കൗണ്ടറിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KD വിഷ്ണു, NB ജയ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പാവർട്ടി ബ്രാഞ്ച് മാനേജർ TJ ജോബി എന്നിവർ സംസാരിച്ചു.
മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു. കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് ഭാരവാഹികൾ ഏറ്റുവാങ്ങിയ ശേഷം എഴുന്നള്ളിപ്പുകൾക്ക് തുടക്കം കുറിച്ചു. രാത്രി 11 മണിയോടെ അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ 6-നും 7:30-നും ദിവ്യബലിയും രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി രാത്രി 11-ന് സമാപിക്കും. വികാരി ഫാദർ ഷാജു ഊക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ, KR ജിൻസൺ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. SFI കുന്നംകുളം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ സമ്മേളനം AB ബിജേഷ് നഗറിൽ കുന്നംകുളം ലൈബ്രറി ഹാളിൽ നടന്നു. SFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സഹൃദയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് ജോമോൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M അഭിനന്ദ്, SFI കുന്നംകുളം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ആദിത്യൻ, സെക്രട്ടേറിയറ്റ് അംഗം ഷൈജിത്ത്, ഏരിയ കമ്മിറ്റി അംഗം ഹർകിഷൻ തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി ഏരിയ സെക്രട്ടറി KS ആദിത്യൻ, പ്രസിഡന്റ് ജോമോൻ, ജോയിന്റ് സെക്രട്ടറിമാരായി യദു, അദീന, വൈസ് പ്രസിഡന്റുമാരായി സുഹൃത, നിതുൻ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി ധനുഷ്, സാന്ദ്ര, ആദിത്യൻ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം വർണ്ണാഭം. ശനി ഞായർ ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് ദിവ്യബലിയെ തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ശനിയാഴ്ച വൈകിട്ട് 5:30-ന് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ, പ്രസിദ്ധേന്തി വാഴ്ച, അടിമസമർപ്പണം എന്നിവയുണ്ടായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. RV പുരം വിയാനി ഭവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ലിയോ പുത്തൂർ മുഖ്യ കാർമ്മികനായി. നടത്തറ വികാരി ഫാദർ ജോജു പുറത്തൂർ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ സിജേഷ് വാദൂക്കാടൻ സഹകാർമ്മികനായി. കുടുംബ കൂട്ടായ്മകളിലേക്ക് വെഞ്ചിരിച്ച് നൽകിയ അമ്പ്, വള എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ രാത്രി 11 മണി മുതൽ ദേവാലയ അങ്കണത്തിലേക്ക് വാദ്യങ്ങളുടെ അകമ്പടിയോടെ എത്തി സമാപിക്കും. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ തോമസ് വടക്കേത്തല, കൈക്കാരന്മാരായ വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ലിൻഡോ വടക്കൻ, ഡെന്നിസ് C ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ കത്തോലിക്ക ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യക മറിയത്തിന്റെയും വിശുദ്ധ ഏവു പ്രാസ്യമയുടെയും സംയുക്ത ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജനുവരി 13, 14, 15 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന നടന്നു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, കിരീടം, തിരുശേഷിപ്പ്, ആശീർവാദം തുടങ്ങിയവയും നടന്നു. 11:30-ന് കക്കാട് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായി. രാത്രി 9:30-ന് അമ്പ് സമാപനത്തിനു ശേഷം നടന്ന സംയുക്ത ചെണ്ടമേളവും തമ്പോലയും മേളക്കൊഴുപ്പിൽ ആവേശഭരിതമായി. ശേഷം വർണ്ണപ്പൂമഴയും നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ബർസാർ ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമ്മികനായി. തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ സഹകാർമ്മികനായി. കുന്നംകുളം CMI ആശ്രമം സുപ്പീരിയർ ഫാദർ വിജു കോലങ്കണ്ണി തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30-ന് വിശുദ്ധ കുർബാന, തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് കാർമ്മികത്വം വഹിക്കും. രാത്രി 7 മണിക്ക് ദൈവാലയ അങ്കണത്തിൽ ഗാനമേളയും അരങ്ങേറും. 15-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുർബാനയും ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർക്കു വേണ്ടി വലിയ ഒപ്പീസുമുണ്ടാകും. 21-ന് തിരുനാൾ 8-ാം ഇടം തിരുകർമ്മങ്ങൾക്ക് ഫാദർ ആൽബിൻ ചൂണ്ടൽ നേതൃത്വം നൽകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ, കൈക്കാരന്മാരായ ML മാണി, ജോപോൾ V ആലപ്പാട്ട്, പോയ്സ് JB, തിരുനാൾ ജനറൽ കൺവീനർ VJ സുനിൽ, ജോയിന്റ് കൺവീനർ PRO VC ജോസി, കൺവീനർമാരായ ജിജോ K ജോർജ്, KG ബാബു, N ജെയ്മോൻ, PJ ടോണി, ഷോബി റൊണാൾഡ്, ജോൺസൺ പാവു, ലിയോൺ ജോർജ്, MK ദേവസി, ജാൻസി ആൻഡോ, KJ ജെയ്സൺ, സിസ്റ്റർ ആൻജോസ് CMC എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. CCTV ന്യൂസ്, കുന്നംകുളം.
പെലക്കാട്ടുപയ്യൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളിയിലെ പെരുന്നാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് കാർമ്മികനായി സന്ധ്യാനമസ്കാരവും തുടർന്ന് നേർച്ച വിതരണവും നടന്നു. ഞായറാഴ്ച വൈകിട്ട് 4-ന് കൊടിയും സ്ലീബായും ആശീർവാദവും നടന്നു. തുടർന്ന് നേർച്ച വിതരണവും ഉണ്ടായി. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, കൈസ്ഥാനി ബാബു ഇട്ടു, പ്രാദേശിക മെമ്പർ KP ബാബു, പെരുന്നാൾ കൺവീനർ CC വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ചിറനല്ലൂർ സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവയെ തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ശനിയാഴ്ച രാവിലെ അമ്പ്, വള എന്നിവയുടെ വെഞ്ചിരിപ്പും എഴുന്നള്ളിപ്പും ഉണ്ടായി. വൈകിട്ട് 6-ന് ലതീഞ്ഞ്, നൊവേന, പ്രസിദ്ധേന്തി വാഴ്ച, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ തുടങ്ങിയ തിരുകർമ്മങ്ങളുമുണ്ടായി. രാത്രി 10:30-ന് മെഗാ ഫ്യൂഷന് ശേഷം അമ്പ് എഴുന്നള്ളിപ്പിന് സമാപനമായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഇയാൽ ഇടവക വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനായി. ഫാദർ സിജോ മുരിങ്ങാത്തേരി തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30-ന് നൊവേന, ലതീഞ്ഞ്, ദിവ്യബലി എന്നിവയെ തുടർന്ന് വിശുദ്ധരുടെ രൂപങ്ങളും വഹിച്ചുകൊണ്ട് ബാൻഡ് വാദ്യത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. പ്രദക്ഷിണം സമാപിച്ച ശേഷം മാനത്ത് മഴവില്ലഴക് വിരിയിക്കുന്ന വർണ്ണമഴയും തുടർന്ന് ഗാനമേളയും അരങ്ങേറി. വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ TD ഫെഡറിക്, CN ജോഷി, ജനറൽ കൺവീനർ ലാസർ കൊള്ളന്നൂർ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ മികച്ച അറബി അധ്യാപകന് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ KAMA തൃശൂർ റവന്യൂ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള AB അബ്ദുള്ള മാസ്റ്റർ സ്മാരക പുരസ്കാരത്തിന് പെരുമ്പിലാവ് MUM LP സ്കൂളിലെ CM മുഹമ്മദ് റഫീഖ് മാസ്റ്റർ അർഹനായി. കുന്നംകുളം സബ് ജില്ലയിൽ കഴിഞ്ഞ 23 വർഷമായി അറബിക് അക്കാദമിക് കോംപ്ലക്സ് സെക്രട്ടറിയായ അദ്ദേഹം മികച്ച പ്രാസംഗികനും പണ്ഡിതനുമാണ്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായിരുന്ന അന്തരിച്ച അറബി അധ്യാപകൻ AB അബ്ദുള്ള മാസ്റ്ററുടെ പേരിലാണ് പുരസ്കാരം നൽകുന്നത്. ജനുവരി 20 ശനിയാഴ്ച തൃശൂരിൽ നടക്കുന്ന KAMA തൃശൂർ റവന്യൂ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് P ബാലചന്ദ്രൻ MLA സമർപ്പിക്കും. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയർ ഇടവക ദൈവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത പെരുന്നാളിന് കൊടിയേറി. ജനുവരി 19, 20, 21, 22 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വേലൂർ ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. 19-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് കുത്തൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നവനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ശനിയാഴ്ച രാവിലെ നവനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രസിദ്ധേന്തി വാഴ്ച എന്നിവയ്ക്ക് ശേഷം കൂട് തുറന്ന് രൂപം എഴുന്നള്ളിച്ചുവെക്കൽ നടക്കും. ഇടവക വികാരി ഫാദർ ഷിൻഡോ പാറയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 21-ാം തീയതി ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഡോളേഴ്സ് ബസിലിക്ക സഹവികാരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷകരമായി തിരുനാൾ പാട്ട് കുർബാനയും കുണ്ടന്നൂർ നവവൈദികൻ തിരുനാൾ സന്ദേശവും നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഫാൻസി വെടിക്കെട്ടും ഉണ്ടാകും. 22-ാം തീയതി തിങ്കളാഴ്ച ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള കുർബാനയും സെമിത്തേരിയിൽ പൊതു ഒപ്പീസും നടക്കും. വൈകിട്ട് 7 മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. തിരുനാൾ കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷിൻഡോ പാറയിൽ കാർമ്മികത്വം വഹിക്കും. ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാർ, ജനറൽ കൺവീനർ, തിരുനാൾ കമ്മിറ്റിക്കാർ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. മരത്തങ്കോട് മേരിമാതാ കത്തോലിക്ക ദൈവാലയത്തിലെ പരിശുദ്ധ മേരിമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി തിങ്കളാഴ്ചയാണ് തിരുനാൾ ആഘോഷം. ആഘോഷപൂർവമായ പാട്ടുകുർബാന, കൂടുതുറക്കൽ ശുശ്രൂഷ, പ്രസിദ്ധേന്തി വാഴ്ച, വിവിധ കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുവള ആശീർവദിച്ച് നൽകൽ എന്നിവയ്ക്ക് ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി കാർമ്മികത്വം വഹിച്ചു. ജനറൽ കൺവീനർ രഞ്ജി മണ്ടുമ്പാൽ, കൈക്കാരന്മാരായ ജെയിംസ് വടക്കൻ, ജോൺ KS, റോയ് അക്കര, സാലി വിൻസൻ, MP സിജോ, MD വിൽസൺ, സിജോ ജോസ്, തോമസ് ചക്രമാക്കിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 15-ാം തീയതി തിങ്കളാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് ആഘോഷപൂർവമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ ജിയോ ആലപ്പാട്ട്, നവവൈദികൻ ഫ്രാൻസിസ് പുത്തൂകര, ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 5 മണിക്ക് ലതീഞ്ഞ്, നൊവേന, തിരുനാൾ പ്രദക്ഷിണം. വൈകിട്ട് 7 മണിക്ക് തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വള്ളുവനാട് ബ്രഹ്മ തിയേറ്റേഴ്സിന്റെ 2 നക്ഷത്രങ്ങൾ എന്ന നാടകവും ഉണ്ടാകും. 16-ാം തീയതി മരിച്ചവരുടെ ഓർമ്മ തിരുനാളും 21-ാം തീയതി 8-ാം ഇടത്തോടുകൂടി തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും. CCTV ന്യൂസ്, വേലൂർ.
മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി നിർവഹിച്ചു. 250ഓളം കുടുംബങ്ങൾക്ക് അരിയും കിടപ്പ് രോഗികൾക്കുള്ള മരുന്നുകളുമാണ് നൽകിയത്. ജനറൽ കൺവീനർ രഞ്ജി മണ്ടുമ്പാൽ, കൈക്കാരന്മാരായ ജെയിംസ് വടക്കൻ, ജോൺ KS, റോയ് അക്കര, സാലി വിൻസെന്റ്, MP സിജോ, വിൽസൺ MD, സിജോ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ടീംസ് ഓഫ് ഓങ്കാരത്തിന്റെ ആഭിമുഖ്യത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് കാർത്തിയേനി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച തെയ്യം മേഞ്ചേരിക്കാവ് ഭഗവതിയെ വണങ്ങി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടക്കൽ മേളം ഉണ്ടായി. ആഘോഷങ്ങൾക്ക് പ്രസിഡന്റ് അജയൻ മണിയിൽ, സെക്രട്ടറി വിനായക മണികണ്ഠൻ, ട്രഷറർ ബാബു പെരുവഴിക്കാട്ട്, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലൂർദ് ആശുപത്രി, ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ, റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ മെട്രോപോളിസ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ കേൾവി ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് ചാവക്കാട് വ്യാപാര ഭവനിൽ നടത്തി. KVVS സംസ്ഥാന വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു. കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ ജോർജ് കുരുവിള താമരപ്പള്ളി ക്യാമ്പിന് നേതൃത്വം നൽകി. ആശുപത്രി ലൈസൺ ഓഫീസർ സജി ജോബ്, CMA ട്രഷറർ KK സേതുമാധവൻ, സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പറും പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ അഡ്വൈസറി അംഗവുമായ ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു. സംഘം കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ അളൂർ, സംസ്ഥാന കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റർ ഷാജി തോമസ്, കടങ്ങോട് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ റോയ് അക്കര എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് മുഹമ്മദ് റാഫി, സെക്രട്ടറി റെജുല അബ്ദുൽ വഹാബ്, ട്രഷറർ KK മണി തുടങ്ങി മറ്റംഗങ്ങളെയും തെരഞ്ഞെടുത്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനുവരി 20-ന് DYFI തീർക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ഗുരുവായൂർ ഇരിങ്ങപ്പുറം മേഖലാ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. വന്നേരി കിണർ പരിസരത്ത് DYFI മുൻ ബ്ലോക്ക് സെക്രട്ടറി KV വിവീത് ഉദ്ഘാടനം ചെയ്തു. TB ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ വൈഷ്ണവ് പ്രദീപ്, വൈസ് ക്യാപ്റ്റൻ PS സോന, AS ശരത് എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ചൂൽപ്പുറം ബയോപാർക്ക് പരിസരത്ത് സമാപിച്ചു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി DYFI ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നതിന്റെ പ്രചരണാർത്ഥം DYFI തിരുവത്ര മേഖലാ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പുത്തൻ കടപ്പുറത്ത് നടന്ന ജാഥയുടെ ഉദ്ഘാടനം SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു പ്രഭാകർ നിർവഹിച്ചു. വടക്കൻ വിബീഷ് അധ്യക്ഷത വഹിച്ചു. CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം KK മുബാറക്, തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം, ജാഥ ക്യാപ്റ്റൻ KU ജാബിർ, വൈസ് ക്യാപ്റ്റൻ റാഷിദ ഹാഷിം, ജാഥ മാനേജർ MS ജിതീഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറത്ത് നടന്ന സമാപന യോഗം DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി മിത്ര പദ്ധതി പ്രകാരം മരണമടഞ്ഞ അംഗത്തിന്റെ കുടുംബത്തിന് മരണാനന്തര സഹായം കൈമാറി. മണലൂർ ഏരിയയിലെ വാഗ യൂണിറ്റിൽ മരണമടഞ്ഞ VS മോഹനന്റെ ഭാര്യ ബീന മോഹന് മുരളി പെരുന്നെല്ലി MLA ഫണ്ട് കൈമാറി. വാഗ അയ്യപ്പൻ മാസ്റ്റർ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് വിജയഹരി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് തെക്കേത്തല വ്യാപാരി മിത്ര അംഗത്വ കാർഡ് വിതരണം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഫ്രാൻസിസ്, വ്യാപാരി മിത്ര ജില്ലാ കോർഡിനേറ്റർ ലതീഷ് നാരായണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുകുമാരൻ, പുഴയ്ക്കൽ ഏരിയ സെക്രട്ടറി സതീഷ്, മണലൂർ ഏരിയ വൈസ് പ്രസിഡന്റ് AM വിൻസെന്റ്, വാഗ യൂണിറ്റ് സെക്രട്ടറി ദേവസി എന്നിവർ സംസാരിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് വിമുക്ത ഭടന്മാരുടെ കുടുംബ സംഗമം വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്നു. മാധവൻ നമ്പ്യാർ പതാക ഉയർത്തി. വിമുക്ത ഭട വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി മാധവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ശങ്കരൻ നായർ, MS കുട്ടി, സേതുമാധവൻ, ഗോപാലൻ നായർ എന്നിവരെ ആദരിച്ചു. സംഘടനാ പ്രസിഡന്റ് ചന്ദ്രൻ, വർക്കിംഗ് പ്രസിഡന്റ് രാമൻകുട്ടി, ട്രഷറർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വേലൂർ മേഞ്ചേരിക്കാവ് ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി. ജനുവരി 14, 15, 16, 17 ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത്. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം കൊടിമരം പൂജിക്കുകയും മൂത്തേടത്ത് കാരണവരുടെ അനുവാദത്തോടുകൂടി കൂറയിടൽ കർമ്മവും തുടർന്ന് ദേശക്കാർ കൊടിമരം നാട്ടുകയും ക്ഷേത്രം പൂജാരി വിക്രമൻ ഇളയത് കൊടികയറ്റി തിങ്കളാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം കൂട്ടുകലശം ഉണ്ടാകും. ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം,
കലം മായ്ക്കൽ, പറപുറപ്പാട്, നടക്കൽപ്പറ, വൈകിട്ട് ചുറ്റുവിളക്ക്, പറവെപ്പ്, തായമ്പക, വിവിധ ദേശക്കാരുടെ പൂരം വരവ് എന്നിവ ഉണ്ടായിരിക്കും. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് പൊങ്ങിലിടിയും ദണ്ടുകെട്ടൽ കർമ്മവും നടക്കും. ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമി പുനഃപ്രതിഷ്ഠ ജനുവരി 15-ന് നടക്കും. ക്ഷേത്രം തന്ത്രി വിശ്വേശ്വരാനന്ദ സരസ്വതിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠ നടക്കുക. ക്ഷേത്ര മേൽശാന്തി വിക്രമൻ ഇളയത് സഹകാർമ്മികനാകും. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ആറ്റുപുറം സെന്റ് ആന്റണീസ് കോൺഫറൻസിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രഖ്യാപനവും പാലയൂർ ഏരിയ കൗൺസിലിന്റെ പ്രവർത്തന യോഗവും സംയുക്തമായി നടത്തി. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന യോഗം വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി ഉദ്ഘാടനം ചെയ്തു. ഭവനം നിർമ്മിച്ചു നൽകൽ, സൗജന്യ ഡയാലിസർ വിതരണം, മെഡിക്കൽ ക്യാമ്പ്, മരുന്ന് വിതരണം, ചികിത്സാ സഹായ ഫണ്ട് വിതരണം, വിധവാ പെൻഷൻ, രക്തദാനം, നേത്രദാനം സമ്മതപത്രം, 50 വർഷം പിന്നിട്ട പ്രവർത്തകരെ ആദരിക്കൽ തുടങ്ങിയ പദ്ധതികളുടെ ചാർട്ട് ഫാദർ ഡെന്നിസ് മാറോക്കി പ്രകാശനം ചെയ്തു. ഏരിയ കൌൺസിൽ പ്രസിഡന്റ് റീന ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AC ജോസഫ്, ആറ്റുപുറം കോൺഫറൻസ് പ്രസിഡന്റ് MJ ജോഷി, മുൻ പ്രസിഡന്റ് R ജിജോ, വൈസ് പ്രസിഡന്റ് ക്ലീറ്റസ്, ട്രഷറർ സ്റ്റീഫൻ, ആറ്റുപുറം വനിതാ കോൺഫറൻസ് പ്രസിഡന്റ് ഷീന വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് പുന്നയൂർകുളം. നല്ല ആരോഗ്യം നല്ല മനസ്സ് എന്ന സന്ദേശവുമായി നമ്മൾ ചാവക്കാട്ടുകാർ 5K റൺ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച ഓട്ടം ടൗണിലെത്തി സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 200ഓളം പേർ പങ്കെടുത്തു. ചാവക്കാട് SHO വിപിൻ K വേണുഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മൾ ചാവക്കാട്ടുകാർ ഭാരവാഹികളായ VCK ഷാഹു, MA മൊയ്തീൻ ഷാ, KC ശിവദാസ്, PK ഫസലുദ്ദീൻ, ഷെബീർ ഡിജിമാക്സ്, ബദറുദ്ദീൻ ഗുരുവായൂർ, മുജീബ് പാലയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തളി നടുവട്ടം കാഞ്ഞിരത്താണി മക്കാം ആണ്ട് നേർച്ച ഭക്തി നിർഭരമായി. രാവിലെ മൗലീദ് മജ്ലിസ്, തുടർന്ന് നടന്ന നേർച്ച ഭക്ഷണ കിറ്റ് വിതരണത്തിന് നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് ബുർദ മജ്ലിസ്, സാദിഖ് അലി ഫാളിലി ഗൂഡലൂർ, PTM ആനക്കര, മുഹമ്മദ് അലി സഖാഫി മുന്നിയൂർ, മുർഷിദ് സഖാഫി മുന്നിയൂർ, മുർഷിദ് കാവനൂർ, SJM വടക്കാഞ്ചേരി റേഞ്ച് സെക്രട്ടറിമാരായ മുഹമ്മദ് കുട്ടി സഖാഫി പാറപ്പുറം, മൊയ്തീൻകുട്ടി, മഹൽ ജോയിന്റ് സെക്രട്ടറി AC അബ്ദുൽ കരീം, മഹൽ ഫിനാൻസ് സെക്രട്ടറിമാരായ PM ഉമർ ഹാജി, KA ഉമർ, CM നൌഷാദ്, KS സൈഫുദ്ദീൻ, KM റഫീഖ്, KA ജിയാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. നടുവട്ടം മഹൽ ഖതീബ് ഉമർ സഖാഫി പ്രഭാഷണം നടത്തി. ഒരുപാട് വിശ്വാസികളുടെ, സമൂഹത്തിലെ നാനാജാതി ആളുകളുടെയും ഒക്കെ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് കാഞ്ഞിരത്താണി ഉപ്പാപ്പയുടെ ജാറം. അനുദിനം ഒരുപാട് ആളുകളാണ് പ്രതീക്ഷയോടെ ഇവിടെ വന്ന് അവരുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുമനയൂർ സേവാഭാരതിയും അമല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന സൗജന്യ ക്യാമ്പ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ മേനോൻ ഉദ്ഘാടനം ചെയ്തു. PT വേലായുധൻ അധ്യക്ഷത വഹിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ CMI മുഖ്യാതിഥിയായി. പ്രമോദ് വാഴപ്പള്ളി സ്വാഗതവും നന്ദകുമാർ നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ 500ഓളം പേർ പങ്കെടുത്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ അമൃത കലശഹസ്ത ശാസ്താ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. തിങ്കളാഴ്ച പുലർച്ചെ 5-ന് നട തുറക്കൽ, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. ക്ഷേത്രമേൽശാന്തി ദൊണ്ടമന ജയരാജ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 5-ന് നട തുറന്നതിനു ശേഷം പെരിങ്ങോട് വിജയന്റെയും കലാനിലയം വിഷ്ണുവിന്റെയും നേതൃത്വത്തിൽ മദ്ദളക്കേളിയും 6:45-ന് ദീപാരാധനയും മകരവിളക്ക് ദീപം തെളിയിക്കലും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഒനൈസ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എടക്കരയുടെ നേതൃത്വത്തിൽ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും കേരള ബ്ലഡ് ഡൊണേഴ്സ് തൃശൂരും സംയുക്തമായി രക്തദാന ക്യാമ്പും ചാരിറ്റി ഉപകരണങ്ങളുടെ സ്വീകരണ ഉദ്ഘാടനവും ആതുര സേവാ രംഗത്തെ പ്രവർത്തിക്കുന്ന ആംബുലൻസ് പ്രവർത്തകരെ ആദരിക്കലും നടത്തി. ക്ലബ്ബ് പരിസരത്ത് നടത്തിയ ആദരയോഗം RCRB SI ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് PM നിഹാൽ അധ്യക്ഷത വഹിച്ചു. VP അബൂബക്കർ, MK റജുമോൻ, ഉമ്മർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് സ്നേഹസ്പർശം പദ്ധതിക്ക് കീഴിലുള്ള രോഗികൾക്ക് വിതരണം ചെയ്യുന്ന വീൽചെയർ, വാക്കർ തുടങ്ങി ചാരിറ്റി ഉപകരണങ്ങൾ SI ഹംസക്കുട്ടിയിൽ നിന്ന് ക്ലബ് പ്രവർത്തകർ ഏറ്റുവാങ്ങി. PM മൊയ്തീൻ ഷാ മെമ്മോറിയൽ, വി കെയർ അകലാട്, റൗളത്തുൽ നബവി അകലാട്, ലൈഫ് കെയർ അടക്കഴിയൂർ, ലാസിയോ തിരുവത്ര എന്നീ ആംബുലൻസ് പ്രവർത്തകരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന രക്തദാന ക്യാമ്പിന് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡോക്ടർ വിനു വിപിൻ നേതൃത്വം നൽകി. ക്ലബ്ബ് പ്രവർത്തകരായ അനസ്, അമീർ അബ്ബാസ്, സഫ്വാൻ, അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് പുന്നയൂർകുളം.
കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അധ്യാപകർക്കായി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചാവക്കാട് അഞ്ചങ്ങാടി സ്മാഷ് ബാഡ്മിന്റൺ അക്കാദമിയിൽ നടന്ന ടൂർണമെന്റ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അക്ബർ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ ഉപാധ്യക്ഷൻ റാഫി മാസ്റ്റർ അധ്യക്ഷനായി. വിവിധ കാറ്റഗറിയിൽ വിനു റൊണാൾഡ് മാസ്റ്റർ സഖ്യം ഡബിൾസിലും 40 വയസ്സിന് മുകളിലുള്ള കാറ്റഗറിയിൽ സിറാജ് ജിനീഷ് എന്നിവർ ജേതാക്കളായി. സിംഗിൾസിൽ ഫായിസ് മാസ്റ്ററും 40 വയസ്സിന് താഴെയുള്ളവരുടെ കാറ്റഗറിയിൽ ഷിഹാബ് മാസ്റ്ററും ജേതാവായി. വിജയികൾക്ക് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ അലി ട്രോഫികൾ വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി MA ജാബിർ, ട്രഷറർ മുബാറക്, ടൂർണമെന്റ് സബ് ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചരമം എരുമപ്പെട്ടി മോഡേൺ അലൂമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് സ്ഥാപന ഉടമ മുണ്ടുമൂഴി കരാപരേതനായ ജോസഫിന്റെ മകൻ സേവ്യർ എന്ന ബാബു നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10-ന് സരിതപുരം ഫാത്തിമ മാതാ പള്ളി സെമിത്തേരിയിൽ നടക്കും. സിന്ധു ഭാര്യയും അനുമോൾ അഖിൽ എന്നിവർ മക്കളുമാണ്. പെരുമ്പിലാവ് പമ്പ് ഹൗസ് റോഡിൻ മാടിവളപ്പിൽ പരേതനായ കുഞ്ഞഹമ്മദ് ഭാര്യ ബീവാത്തുമ നിര്യാതയായി. 77 വയസ്സായിരുന്നു. ഖബറടക്കം പെരുമ്പിലാവ് സെൻട്രൽ ജുമുഅ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. അബ്ദുൾ അസീസ്, മുസ്തഫ, മുഹമ്മദ് അലി, അബൂബക്കർ, സുലൈഖ, ഫാത്തിമ, സക്കീന എന്നിവർ മക്കളാണ്. പഴഞ്ഞി തെക്കേയങ്ങാടി കൊള്ളന്നൂർ പരേതനായ താരു മകൻ ബേബി നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും. കുഞ്ഞാറം ഭാര്യയാണ്. ഡേവിസ്, ഉഷ, ലത എന്നിവർ മക്കളാണ്. ഇരിങ്ങപ്പുറം SMUP സ്കൂൾ മാനേജർ KM രാജൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 വീട്ടുവളപ്പിൽ നടക്കും. പ്രീത ഭാര്യയാണ്. സുജിത ടീച്ചർ, സുജിത്ത്, സുബക ടീച്ചർ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി മങ്ങാട് തോട്ടുപാലത്ത് നിയന്ത്രണം വിട്ട ടാറ്റ എയ്സ് ഗുഡ്സ് വാഹനം ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. അണ്ടത്തോട് വീട് കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അണ്ടത്തോട് സ്വദേശികളായ കുന്നമ്പത്ത് വീട്ടിൽ ഷഹദ്, മുഹമ്മദ് യാസിർ എന്നിവരാണ് അറസ്റ്റിലായത്. 2 പ്രതികൾ ഒളിവിൽ. എരമംഗലം ALP സ്കൂളിന് സമീപം കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് കുത്തേറ്റു. പൊന്നാനി തൃക്കാവ് സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. ആഘോഷപ്രഭയിൽ ആരാധനാലയങ്ങൾ. ക്ഷേത്രങ്ങളിലും വിവിധ ദേവാലയങ്ങളിലും ആഘോഷങ്ങൾ വർണ്ണാഭം. വാദ്യതാള വിസ്മയങ്ങൾ വിരിച്ച് ആരാധനാലയാങ്കണങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.